രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അടുക്കളയിലൊരു ബഹളമായിരിക്കും കേട്ടോ. രാവിലെ തന്നെ അച്ഛന് ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അമ്മ രാവിലെ തന്നെ ചോറും കറിയും കാപ്പിയും അതിനുള്ള കറിയും എല്ലാം ഉണ്ടാക്കുവേ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ചോറ്റുപാത്രമൊക്കെ ഒന്ന് കഴുകി അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സത്യം പറയാലോ, വെള്ളത്തിലേക്ക് തൊടാനേ പറ്റുന്നില്ല. കൈയൊക്കെ ഇങ്ങനെ കോച്ചി മരവിച്ചിരിക്കുന്ന അവസ്ഥയാണേ. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ചോറ് വെച്ചത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛന് ചോറും അതുപോലെ പയറുപ്പേരിയും അയലമീൻ വറുത്തതുമായിരുന്നേ. ഒഴിച്ചുകറിയായിട്ട് മോര്, വെള്ളരിക്കയും മോരും കൂടെയുള്ള കറിയായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണേ. അതിൻ്റെ കൂടെ 2 ചേമ്പും കൂടി ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ് മോര് കറി. പിന്നെ ദോശയായിരുന്നു കേട്ടോ, 10 മണിക്ക് കൊണ്ടുപോയത് അച്ഛൻ. ദോശയും ചമ്മന്തിയും കൂടെ ആക്കി വെച്ചു, എല്ലാം റെഡിയാക്കി. പിന്നെ ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി കുറച്ച് കാപ്പിയും എടുത്തു. അച്ഛന് കട്ടൻ ചായ രാവിലെ വേണേ, അപ്പോൾ പോകാൻ നേരത്തെ കാപ്പി കുടിക്കാനേ. അപ്പോൾ അതുമായിട്ട് അച്ഛന് കൊടുത്തു. അപ്പോൾ എല്ലാ പരിപാടിയും തീർന്നു. മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊന്ന് തോർന്നിട്ടുണ്ട്. തണുപ്പ് ഒരു രക്ഷയേ ഇല്ല കേട്ടോ. പിന്നെ അധികം മടി പിടിച്ചിരിക്കാതെ വേഗം പല്ലൊക്കെ തേക്കാൻ വേണ്ടി വന്നു കേട്ടോ. അച്ഛൻ രാവിലെ തന്നെ പോയേ. അങ്ങനെ വയലത്ത് കണ്ടുള്ള ഈ ഡാലിയ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് വേറൊരു ഡാലിയ പൂവില്ലേ മണ്ണിൻ്റെ കളറിലെ, ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഈ മണ്ണ് തെറിച്ച് ചെടിച്ചട്ടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം മണ്ണും ചെടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഡാലിയ പൂവിലും കുറേ വെള്ളം കെട്ടിപ്പോണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ അങ്ങോട്ട് തെറിപ്പിച്ച് കളഞ്ഞു. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞില്ലേ ഈ ഒരു പൂവിൻ്റെ പേര് ക്രിസ്മസ് കാക്ടസ് ആണെന്ന്. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നേ. അപ്പം ഞാൻ കണ്ടു. അപ്പോൾ ഇത് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ ഞാൻ കണ്ടായിരുന്നേ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ.